സ്ഥിതി വളരെ മോശമാണ്. ഈ ഗതി പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ റോഡാകെ ജനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. അത്ര പറയാനുള്ളൂ. ഇത് ഇന്ന് രാവിലെയോട് കൂടിയാണ് ആദ്യം ഉണ്ടാകുന്നത്. രാവിലെയോട് കൂടിയാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന മേഖലയല്ലേ? അതെ, നിർമ്മാണം നടക്കുന്ന മേഖല. ഇത്രയും സ്ഥലത്തൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം പാടില്ല. എന്താ അധികാരികളും നോക്കാത്ത പ്രശ്നമാണ് ഈ വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം. മനസ്സിലായില്ലേ? ഇതിന് മുന്നേ അവിടെ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ആ മണ്ണിടിച്ചിൽ ആൾക്കാർ അത്ര പറയാനുള്ളൂ. ഇന്ന് ഇവിടെ പൂർണ്ണമായി പരപ്പനങ്ങാടി നാടുകാണിയിലെ ഗതാഗതം സ്തംഭിച്ചിരിക്കുക അല്ലേ? അതെ അതെ, മൊത്തത്തിൽ ഇതാണ്. ഇങ്ങനെ കാണിച്ചാൽ ഈ മല മൊത്തത്തിൽ ഇങ്ങോട്ട് ഇടിഞ്ഞു പോരും. മനസ്സിലായില്ലോ? അതിനുള്ള സാധ്യത തന്നെയാണ് മോത്തിയുള്ളത്. ആ മുകളിലേക്ക് പോയാൽ ഇപ്പോഴും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി മഴ ശക്തമായാൽ ആ ഒരു ഭാഗം തന്നെ ഇങ്ങോട്ടേക്ക് പതിക്കാനുള്ള ഒന്നായിട്ട് സാധ്യതയുണ്ട്. റോഡൊന്നായിട്ട് ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കും. ശക്തമായ മഴ ആ മേഖലയിൽ തുടരുന്നത് സുരക്ഷിതമാണോ? കാരണം ഒരുപാട് നാട്ടുകാരടക്കം അവിടെ കൂടി നിൽക്കുന്നു. അരുണും നമ്മുടെ ക്യാമറമാനും അടക്കം എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പോലീസ് എന്താണ് പറയുന്നത്? ആ തരത്തിൽ ജനങ്ങൾക്ക് നിയന്ത്രണം വല്ലതും ഉണ്ടോ? മണ്ണ് നിലം പതിച്ച് ഈ ഒരു മേഖലയിലേക്ക്, കടലുണ്ടി പുഴയുടെ മേഖലയിലേക്ക് പൂർണ്ണമായി വീഴാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് എന്നുള്ളതിനാണ്. അത്തരത്തിലുള്ള ആശങ്കയോട് കൂടിയാൽ തന്നെയാണ് ഇവിടെ കൂടിയ പ്രദേശവാസികൾക്ക് ഒക്കെ തന്നെ ഉള്ളത്. അത് നേരത്തെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയൊക്കെ അവർ ഉന്നയിച്ചതുമാണ്. ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിൽ മുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞായി ശ്രദ്ധയിൽപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വലിയ രീതിയിൽ മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു മലയുടെ ഒരു ചരിഞ്ഞ ഒരു ഭാഗം ഉൾപ്പെടെ നമ്മളിവിടെ വന്നതിന് ശേഷം ഇന്ന് ഈ നിലയിലേക്ക് പതിച്ചതാണ്. ഇനിയും അത്തരത്തിൽ ആ തെങ്ങ് ഉൾപ്പെടെ നിലനിൽക്കുന്ന ആ മേഖലയിൽ നിന്ന് മണ്ണ് ശക്തമായാൽ, നീരൊഴുക്ക് ശക്തമായാൽ ഈ മണ്ണ് കുത്തിയൊലിച്ച് വരാനുള്ള സാധ്യത, അപകട ഭീഷണി അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി തന്നെ പറയാനുള്ളത്. തത്സമയം തന്നെ ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നുണ്ട്, അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നുണ്ട്. മോത്തി ഓരോ നിമിഷവും ആ ദൃശ്യങ്ങൾ നമ്മുടെ ഫോക്കസിലേക്ക് വരുമ്പോൾ ഓരോ മേഖലയിലായി മണ്ണിങ്ങനെ ഇടിഞ്ഞു താന്നുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ആ പ്രദേശത്ത് തന്നെ പലയിടങ്ങളിൽ നിന്നും മണ്ണിടിഞ്ഞ് താഴേക്ക് വരുന്നതാണ് നിലവിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പൂർണ്ണമായും സ്ഥലത്ത് ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് ഇരുവശത്തും.